ഒരു ആക്സിഡന്റ് സ്പോട്ടിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യം. ഒന്നാമത്തേത് കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്യാതെ പേഷ്യന്റിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായി രക്ഷിക്കാൻ ഓടിയെത്തുന്ന ആളുകൾ ചെയ്യുന്ന ആദ്യത്തെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ നിലത്തിടക്കുന്ന ആളുടെ ഷോൾഡറിൽ പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കഴുത്തിന് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡ് ഡാമേജ് ഉണ്ടാവാനും തളർച്ച പോലുള്ള പെർമനന്റ് ന്യൂറോളജിക്കൽ ഡാമേജുകൾ ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ കയ്യിലും കാലിലും പിടിച്ച് പേഷ്യന്റിനെ ഉയർത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കിടത്താൻ ശ്രമിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്പൈൻ ട്വിസ്റ്റ് ആവാനും നട്ടലിൽ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്പൈനൽ കോഡിലേക്ക് തറച്ച് കയറിയിട്ട് പെർമനന്റ് ആയിട്ടുള്ള പാരാലിസിസ് ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ തെറ്റ് പേഷ്യന്റിനെ ഉയർത്തിയിരുത്താനോ നിർത്താനോ ശ്രമിക്കുന്നതാണ്. രക്ഷിക്കാൻ വരുന്ന ആളുകൾ ആദ്യമേ ചോദിക്കുന്ന കാര്യം എഴുന്നേക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. എന്നിട്ട് അവരെ പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും പേഷ്യന്റ് ഇടുപ്പലിലോ നട്ടലിലോ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവാനും ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതൽ. നാലാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ ആയിട്ട് ഹെൽമെറ്റ് വലിച്ചു വരാൻ ശ്രമിക്കുന്നതാണ്. ഇംപ്രോപ്പർ ആയിട്ട് ഹെൽമെറ്റ് വലിച്ചു വരുമ്പോഴത്തേക്കും കഴുത്തിന് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മോശമാവാനും അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ നിലത്തൂടെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതാണ്. റോഡ് ട്രാഫിക് ആക്സിഡന്റുകളിലാണ് ഇത് വളരെ കൂടുതലായിട്ട് വരുന്നത്. ആദ്യം എത്തുന്ന ആളുകൾ ആക്സിഡന്റിലായ വ്യക്തിയെ ഷോൾഡറിൽ പിടിച്ച് ഉയർത്തി വലിച്ച് സൈഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാവാനും അതുപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആറാമത്തെ മിസ്റ്റേക്ക് ആക്സിഡന്റിലായ വ്യക്തിയെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു വിടുന്നതാണ്. ആക്സിഡന്റ് സംഭവിച്ച വ്യക്തിക്ക് ഇന്റേണൽ ബ്ലീഡിങ്ങോ ഓർഗൻ റപ്ചറോ ബ്രെയിൻ ഇഞ്ചുറിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ അഡ്രിനാലിൻ റഷിൽ ഒന്നും മനസ്സിലാകുന്ന വരില്ല. പേഷ്യന്റ് സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കായിരിക്കും പേഷ്യന്റ് കൊളാപ്സ് ആയി വീഴുന്നത്. ഏഴാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റിലായ വ്യക്തിക്ക് അപ്പോൾ തന്നെ വെള്ളം കൊടുക്കുന്നതാണ്. പേഷ്യന്റിന് പെട്ടെന്ന് ബോധം പോയാലോ എയർവേയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടായാലോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും സർജറി വേണ്ടി വന്നാലോ ഈ വെള്ളം കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് വരെ നയിക്കും. എട്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആയ വ്യക്തിക്ക് ചുറ്റും കൂട്ടമായിട്ട് കൂടി നിൽക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പേഷ്യന്റിന് സഫോക്കേഷൻ ഉണ്ടാവാനും പാനിക് ആവാനും അതേപോലെ തന്നെ ആംബുലൻസിലേക്കുള്ള ആക്സസ് ഡിലേ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒമ്പതാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ഇല്ലാതെ പേഷ്യന്റിനെ ഉയർത്താൻ ശ്രമിക്കുന്നു. കോർഡിനേഷൻ ഇല്ലാതെ പല ഭാഗങ്ങളും പല സമയത്തായിട്ടാണ് ഉയർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അത് സ്പൈൻ ബെൻഡ് ആവാനും സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ. പത്താമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എമർജൻസി കെയർ ഡിലേ ചെയ്യുന്നത്. ഒരു ആക്സിഡന്റിൽ കാഷ്വാലിറ്റീസ് ഉണ്ടായാൽ തർക്കിക്കുകയോ വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയോ എന്നല്ല ചെയ്യേണ്ടത്. ഒരു ആംബുലൻസ് വിളിക്കുക എന്നുള്ളതാണ് പ്രൈമറി തിങ്. ഫസ്റ്റ് അവറിനെ നമ്മൾ ഗോൾഡൻ അവർ എന്നാണ് വിളിക്കുന്നത്. സോ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നറിയണോ എങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് കമന്റ് ചെയ്യുക. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്യൂരിയസ്, സീ യു നെക്സ്റ്റ് വീഡിയോ.